സുഹൃത്തെ, ഒരു നിമിഷം. താങ്കൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ പണം നഷ്ടപ്പെട്ടിട്ടുണ്ടോ? താങ്കളൊരു ഇൻട്രാഡേ ട്രേഡറാണെങ്കിൽ തീർച്ചയായും നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. പ്രത്യേകിച്ചും ഒരു ഓപ്ഷൻ ബയ്യർ ആണെങ്കിൽ. മാർക്കറ്റിനെ കുറിച്ച് മതിയായ അറിവില്ലാത്തതും ഒരു കാരണമാണ്. പോയത് തിരിച്ചു പിടിക്കുകയും ലാഭം നേടുകയും വേണ്ടേ? പക്ഷേ ഞങ്ങൾ പറയുന്നത് കേൾക്കണം. അങ്ങനെയെങ്കിൽ താഴെ ലിങ്കുണ്ട്, കയറി വരിക. എന്നാൽ പിന്നെ അവിടെ വെച്ച് കാണാം. പ്രോഫിറ്റ് എന്ന് പറഞ്ഞ നമ്മുടെ ജനറൽ ഗ്രൂപ്പിലുള്ളവർ പ്രീമിയം ഗ്രൂപ്പിലുള്ള പെർഫോമൻസ് കണ്ടോട്ടെ. മാസത്തിലൊരിക്കൽ ഇനി ജനറൽ ഗ്രൂപ്പിലും ഇതുപോലെ നമ്മൾ പ്രീമിയത്തിൽ കൊടുക്കുന്ന എല്ലാ ലെവലുകളും കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഇന്ന് രാവിലെ കൊടുത്തു. ഫുൾ പ്രോഫിറ്റ്. ഒരെണ്ണം എസ് ഹിറ്റായി. പക്ഷേ എന്നാലും ബാക്കിയുള്ളതൊക്കെ ഫസ്റ്റ് സെക്കൻഡും തേർഡ് ടാർഗറ്റും ഫുൾ ഹിറ്റായിക്കൊണ്ട്. അതോടൊപ്പം തന്നെ 2 ഇക്വിറ്റി സ്റ്റോക്ക് കൊടുത്തു, അതും പ്രോഫിറ്റ്. ഇത്രയും മാർക്കറ്റ് ഡൗൺ ആയിട്ടും നമ്മൾ കൊടുത്ത 2 ഇക്വിറ്റി സ്റ്റോക്കും പ്രോഫിറ്റാണ്. പിന്നെ അതേപോലെ നമ്മൾ പ്രീമിയം ഗ്രൂപ്പിലൊരു എക്സ്ട്രാ നമ്മുടെ സ്വന്തം ഒരു സ്ട്രാറ്റജി ഉണ്ട്. കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി. അതൊരെണ്ണം കൊടുത്തിരുന്നു, അത് ഞാൻ കാണിച്ചു തരാം. കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി. അത് മൊത്തം 265 രൂപയ്ക്ക് എടുത്ത സാധനം അത് പോയത് 531 ഹൈ. 531 ഡബിള്. 265 പ്ലസ് 265 ഡബിളും പ്ലസ് ₹1 ബോണസും. പ്രോഫിറ്റ് കൊണ്ടൊരു കളിയും ചിരിയാണെന്ന്. അതെ, ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. റിസർവ് ബാങ്ക് പണനയ യോഗ തീരുമാനത്തിന് പിന്നാലെ, അതായത് RBI മോണിറ്ററി പോളിസി, അതിനുശേഷം ഇടിവിലേക്കാണ് നമ്മുടെ മാർക്കറ്റിൽ നിന്ന് പോയത്. ബാങ്കിങ്, ഫിനാൻഷ്യൽ എന്നീ സെക്ടറുകൾക്ക് അല്പം നേട്ടമുണ്ടായെങ്കിലും റേറ്റ് സെൻസിറ്റീവ് സെക്ടറുകളിലെ ഷെയറുകൾ ഇടിഞ്ഞതോടെ സെൻസെക്സും നിഫ്റ്റിയും 1% വീതം ഇടിഞ്ഞിരിക്കുകയാണ്. സെൻസെക്സ് 723 പോയിൻ്റ് താഴ്ന്ന് 71,428-ലും നിഫ്റ്റി 212.50 താഴ്ന്ന് 21,718-ലുമാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. RBI നിരക്ക് തീരുമാനം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് 2 ഇൻഡെക്സുകളും ഏകദേശം 0.2% ഉയർന്നിരുന്നു. പണനയ അവലോകന യോഗത്തിൽ പ്രധാന പോളിസി നിരക്കുകളിൽ തൽസ്ഥിതി തുടരാനുള്ള തീരുമാനമാണ് RBI നിലവിൽ കൈക്കൊണ്ടിരിക്കുന്നത്. മികച്ച GDP വളർച്ചാ പ്രവചനവും പണപ്പെരുപ്പ പ്രവചനവുമാണ് RBI പ്രതീക്ഷിക്കുന്നത്. സാധാരണ മൺസൂൺ അനുമാനിക്കുകയാണെങ്കിൽ 2025 സാമ്പത്തിക വർഷത്തിലെ യഥാർത്ഥ GDP 7%, CPI പണപ്പെരുപ്പം 4.5% ആയിരിക്കുമെന്നാണ് RBI പ്രതീക്ഷിക്കുന്നത്. ഇന്ന് നിഫ്റ്റിയിൽ ഏറ്റവും വലിയ നഷ്ടം ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ്, ITC, കൊട്ടക് മഹീന്ദ്ര ബാങ്ക്, ആക്സിസ് ബാങ്ക്, നെസ്ലെ ഇന്ത്യ എന്നിവയ്ക്കാണ്. SBI, BPCL, പവർ ഗ്രിഡ് കോർപ്പറേഷൻ, TCS, HCL ടെക്നോളജീസ് എന്നിവ പോസിറ്റീവിലുമാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നാളത്തെ നിഫ്റ്റിയുടെ അവസ്ഥ നോക്കാം. നാളെ ഒരു ഗ്യാപ്പ് ഡൗൺ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം മാർക്കറ്റ് ഒന്നുകൂടെ താഴത്തേക്ക് പോകാൻ തന്നെയാണ് ടെൻഡൻസി കാണിക്കുന്നത്. നമുക്കാദ്യം ബാങ്ക് നിഫ്റ്റി നോക്കാം. 45,105-ലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 44,900 ആയിരിക്കും ഇമ്മീഡിയറ്റ് സപ്പോർട്ട്. താഴെ വരികയാണെങ്കിൽ 44,680-ഉം 44,440-ലേക്കും വരും എന്ന് പ്രതീക്ഷിക്കുന്നു. റെസിസ്റ്റൻസ് പറയുകയാണെങ്കിൽ 45,170 ഫസ്റ്റും 45,300 സെക്കൻഡും 45,540 തേർഡ് റെസിസ്റ്റൻറ്റുമായി ആക്ട് ചെയ്യും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി നിഫ്റ്റി പറയുകയാണെങ്കിൽ നിഫ്റ്റി 21,759.70-ലാണ് നിൽക്കുന്നത്. 21,710 ഫസ്റ്റ് സപ്പോർട്ട്. 21,660 സെക്കൻഡും 21,580 തേർഡ് സപ്പോർട്ടുമായി ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇനി റെസിസ്റ്റൻസ് പറയുകയാണെങ്കിൽ 21,770 ഫസ്റ്റും 21,820 സെക്കൻഡും 21,880 തേർഡ് റെസിസ്റ്റൻറ്റുമായി ആക്ട് ചെയ്യും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കഴിഞ്ഞ ദിവസം കൊടുത്ത 2 സ്റ്റോക്കുകളിൽ ഒന്ന് ഗ്രാസിമാണ്. 2,120-ലായിരുന്നു നമ്മൾ ബൈ പറഞ്ഞിരുന്നത്. ഇന്ന് അത് ഓപ്പൺ ചെയ്തത് 2,123-ലാണ്. നമ്മുടെ ലെവലിന് മേലെയാണ് ഇന്ന് ഓപ്പൺ ചെയ്തത്. എന്നിട്ട് 2,125 പോയതിന് ശേഷം പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് താഴേക്ക് വരികയായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് അതിൽ ഒരു എൻട്രി ലഭിച്ചിട്ടില്ല. രണ്ടാമത്തേത് SBIN ആണ്. SBIN 678-ലാണ്
ബൈ എൻട്രി പറഞ്ഞിരുന്നത് 678 ബൈ ചെയ്ത് കഴിഞ്ഞാൽ 685 690 വരെ പോകാൻ സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ അത് ഇന്ന് ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് 718.50 718.90 ഇന്ന് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ നല്ലൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നാളത്തേക്കുള്ള 2 സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ആദ്യത്തേത് ACC ആണ്. ACCയിൽ ഇന്നത്തെ ഹൈ ACCയിൽ ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈനാണ്. ഈ ലൈന് നാളെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, ഇന്ന് ബ്രേക്ക് ചെയ്തിട്ട് താഴെ വന്നാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നാളെ ഈ ട്രെൻഡ് ലൈൻ ക്രോസ് ചെയ്ത് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഇന്നത്തെ 2540 ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ 2542 41 42 നമുക്കൊരു ബൈ എൻട്രി കൊടുക്കാവുന്നതാണ്. 2532 ടോപ്പ് ലോസ് കീപ്പ് ചെയ്യണം. 2550 2557 2565 എന്നിങ്ങനെ ടാർഗറ്റ് കീപ്പ് ചെയ്യാവുന്നതാണ്. ഇനി അതിലും മേലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ ട്രailing സ്റ്റോപ്പ് ലോസ് വെച്ച് പരമാവധി പ്രോഫിറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തേത് കൊച്ചിൻ ഷിപ്പ് യാർഡാണ്. ഇന്നത്തെ ഹൈയായ 920 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, ഈ ട്രെൻഡ് ലൈൻ ക്ലോസ് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 921 നമുക്കൊരു എൻട്രി പോസിബിളാണ്. 916 സ്റ്റോപ്പ് ലോസ് വെക്കണം. 925 928 930 എന്നിങ്ങനെ നമുക്ക് ടാർഗറ്റ് കീപ്പ് ചെയ്യാവുന്നതാണ്. അതിന് മേലെ പോവുകയാണെങ്കിൽ 945 വരെ പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പോവുകയാണെങ്കിൽ നിങ്ങൾ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് വെച്ച് പ്രോഫിറ്റ് പരമാവധി ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഈ 2 സ്റ്റോക്കുകളും നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം മറ്റൊരു കാര്യം, ഞങ്ങൾ തരുന്നതെല്ലാം എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. ഞങ്ങൾ പറയുന്നതും ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതും പഠിക്കാൻ വേണ്ടി മാത്രമാണ്. മാർക്കറ്റിനെ കുറിച്ച് പഠിക്കുക. മാർക്കറ്റിൽ എത്ര പഠിച്ചാലും ആഴക്കടലിലേക്ക് ഇറങ്ങിച്ചെന്ന രൂപത്തിലാണ്. അതുകൊണ്ട് സംഗീതം എന്നൊക്കെ പറയുന്ന പോലെ ഒരു മഹാസാഗരം എന്നൊക്കെ പറയില്ല, അതുപോലെ മാർക്കറ്റും ഒരു മഹാസാഗരമാണ്. അതിലെ ചെറിയ ചെറിയ മുത്തുകൾ പെറുക്കിയെടുക്കുന്ന ആളുകളായി നമ്മൾ മാറണം. അതുകൊണ്ട് അത്യാവശ്യം നോളജിൻ്റെ ആവശ്യമുണ്ട്. നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. പഠിച്ചുകൊണ്ട് ട്രേഡിങ്ങിലേക്ക് വരിക. എങ്കിൽ പൈസ നഷ്ടപ്പെടാതെ നമുക്ക് മുന്നോട്ട് നല്ല പ്രോഫിറ്റുമായി മുന്നോട്ട് പോകാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം ചേരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇൻട്രോയിൽ പറഞ്ഞ രൂപത്തിൽ താഴെ ലിങ്കുണ്ട്, നിങ്ങൾക്ക് കയറി വരാം. ഓക്കെ, ബൈ. അവിടെ വെച്ച് കാണാം.